إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فدعا ربه أن هؤلاء قوم مجرمون فاصرف بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ ജീവിതത്തിൽ പകർത്തുകയും അല്ലാഹുവിൻ്റെ തൃപ്തിയോടുകൂടി അവസാന നിമിഷം വരെ ജീവിക്കുവാനും അവസാന നിമിഷത്തിൽ വിശുദ്ധ കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഒരു മുസ്ലിമായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 44-ാമത്തെ സൂറത്തായ സൂറത്ത് ദുഖാനിൻ്റെ 22 മുതലുള്ള ആയത്തുകൾ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആദരവായ മൂസാ നബി അലൈഹിസ്സലാമയുടെ ദുആയെക്കുറിച്ചും തുടർന്നുള്ള അനുബന്ധ സംഭവങ്ങളെക്കുറിച്ചുമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആദരവായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ അടുക്കലേക്ക് ചെല്ലുകയും ഏറ്റവും ന്യായമായ നിലയ്ക്ക് അള്ളാഹുവിനെ ആരാധിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കണമെന്നും അധികാരത്തിനുള്ള യോഗ്യത അള്ളാഹുവിന് മാത്രമാണ് എന്നും മനുഷ്യരായി പിറന്ന നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അബുദുകൾ മാത്രമാണെന്നുമുള്ള ബോധനങ്ങൾ ഫിർഔന് നൽകിയപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ മൂസാ നബി അലൈഹിസ്സലാമെ അധിക്ഷേപിക്കുകയും തുടർന്ന് തൻ്റെ കൂട്ടത്തിലുള്ള തൻ്റെ കൂടെക്കൂടികളായ ആളുകളോട് അദ്ദേഹത്തെ തള്ളിപ്പറയാനും ആവശ്യപ്പെട്ടു. സംഭവങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. അതേ തുടർന്ന് ജനങ്ങളൊക്കെയും മൂസാ നബി അലൈഹിസ്സലാമയ്ക്കെതിരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിസാലത്തിനോട് യോജിക്കാൻ കഴിയാത്ത നിലയ്ക്ക് അതിനെതിരിലും ശക്തമായി നിലപാട് സ്വീകരിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കല്ലെറിയേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ല നിലയ്ക്കുള്ള ഒരു ബോധനമാണ് നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ എൻ്റെ സഹോദരനായ എനിക്ക് വസീറായി എൻ്റെ റബ്ബ് എനിക്ക് ഇച്ചു തന്ന ഹാറൂൻ നബി അലൈഹിസ്സലാമയും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്.
അതിനെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും വിജയമുണ്ടാകും എന്നുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. എന്നിട്ടും അതിക്രമകാരികളായ ആളുകൾ അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. അതിനെക്കുറിച്ചാണ് 22 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫദഅ റബ്ബഹു അന്ന ഹഉലാഇ ഖൗമുൻ മുജ്രിമൂൻ. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ റബ്ബിനോട് ദുആ ചെയ്തു. അന്ന ഹഉലാഇ നിശ്ചയമായും ഇക്കൂട്ടർ ഖൗമുൻ മുജ്രിമൂൻ കുറ്റവാളികളായ ജനതയാവും. എന്ത് ചെയ്യണം എന്നുള്ള ഒരു തേട്ടമാണ് അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചിട്ടുള്ളത്. അതിന് മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ ഉത്റുകുൽ ബഹറ വറഹ്വ ഇന്നഹും ജുനുദും മുറഖൂൻ. വളരെ പെട്ടെന്ന് തന്നെ രാത്രിയിൽ എൻ്റെ അബ്ദുകളെയും കൊണ്ട് താങ്കൾ പുറപ്പെടുക. തീർച്ചയായും താങ്കളുടെ ശത്രുവായ ഫിർഔനും അവന്റെ കിങ്കരന്മാരും നിങ്ങളെ അനുഗമിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ രാത്രിയിൽ തന്നെ താങ്കൾ പുറപ്പെട്ടുകൊള്ളുക. താങ്കൾ ഒരു സമുദ്രത്തിന് മുന്നിലേക്ക് എത്തുക. അതിനുള്ള വഴിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. അതിനെ ശാന്തമായിട്ട് വിട്ടേക്കുക. ഇന്നഹും ജുന്ദും മുറഖൂൻ. നിശ്ചയമായും താങ്കളെ അനുഗമിക്കുന്ന താങ്കളുടെ ശത്രുവും കൂടെയുള്ളവരും മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഇത് കേട്ട ഉടനെ മൂസാ നബി അലൈഹിസ്സലാം രാത്രിയിൽ തന്നെ ചില തന്ത്രപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ദിശയിലേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തു പോകേണ്ടത് ഒരു സമുദ്രത്തിന്റെ മുന്നിലേക്കാണ്. ഇവിടെ അള്ളാഹു പ്രത്യേകം പറഞ്ഞു ഇന്നക്കും മുത്തബഊൻ എന്ന് പറയുകയും ചെയ്തു. പോകേണ്ട ദിശയും കാര്യങ്ങളുമൊക്കെ മൂസാ നബി അലൈഹി സ്വലാമിക്ക് കൃത്യമായിട്ട് അറിയാം. അറിയാതെ ഒരു യാത്ര ചെയ്യുകയല്ല ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രഭാതത്തിൽ ഈ ഒരു വാർത്ത കേട്ടുകൊണ്ട് തങ്ങളെ അനുഗമിക്കാൻ വളരെ വേഗതയുള്ള കുതിരകൾ സ്വന്തമായിട്ടുള്ള, എന്നാൽ യാത്രാ മാർഗങ്ങളൊക്കെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസകരമാണ്. അപ്പൊ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന തങ്ങളെ വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന തങ്ങളുടെ ശത്രുക്കൾ പിന്തുടരും എന്നുള്ള യാഥാർത്ഥ്യം മൂസാ നബി അലൈഹി സ്വലാമയ്ക്ക് കൃത്യമായി അറിയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു കൊടുത്ത വഴി എന്നുള്ളത് ഭൗതികമായ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപകടകരമാണ്. കാരണം മുന്നിൽ സമുദ്രമാണ്. മുന്നിൽ സമുദ്രമാകുമ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ പിന്നിലൂടെ വരുന്ന ആരാണ്? ശത്രുക്കളാണ്. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നും പറഞ്ഞില്ല. പടച്ചവനെ, സമുദ്രത്തിലേക്കാണോ ഞങ്ങളോട് നീ യാത്ര ചെയ്യാൻ പറയുന്നത്? ഞങ്ങളുടെ പിന്നാലെ ശത്രുക്കൾ ഉണ്ടാകും എന്നും നീ പറയുന്നു. ഇതിന്റെ പിന്നിലുള്ള യുക്തി എന്താണെന്നൊന്നും ചോദിച്ചില്ല. കാരണം മൂസാ നബി അലൈഹി സ്വലാമിക്ക് കൃത്യമായ ബോധമുണ്ട്. ഈ സമുദ്രത്തിന്റെ സൃഷ്ടാവാണ് തന്നോടും സംഘത്തോടും ആ സമുദ്രത്തിന്റെ ദിശയിലേക്ക് യാത്ര ചെയ്യാൻ പറയും. ഇത് മൂസാ നബി അലൈഹി സ്വലാമിയുടെ വിഷയമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പലപ്പോഴും ഈ നിലയ്ക്കുള്ള ജീവിതമാകുന്ന സമുദ്രത്തിന്റെ ദിശയിലേക്കൊക്കെ നമ്മളോട് യാത്ര ചെയ്യാൻ പറയും. പക്ഷെ എന്നോടിത് പറയുമ്പോൾ ഇത് അപ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശമാണല്ലോ, ഒരു കൽപ്പനയാണല്ലോ, എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണല്ലോ, എൻ്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണല്ലോ എന്നുള്ള ചിന്തയാൽ പലപ്പോഴും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായി ഞാൻ പ്രവർത്തിക്കും. സമുദ്രത്തിന്റെ ദിശയിലേക്ക് എന്നോട് പോകാൻ പറയുമ്പോൾ
എൻ്റെ യുക്തിക്ക് നല്ലതായി തോന്നുന്ന നേർവിപരീത ദിശയിലേക്ക് ഞാൻ സഞ്ചരിക്കും. അത് കച്ചവട മേഖലയിലുള്ള നിർദ്ദേശമായിരിക്കും, മറ്റുള്ള ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലുമുള്ള നിർദ്ദേശങ്ങളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്നുമാണല്ലോ ആശയങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൗനമായി ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈർ ഔ ലിയസ്കുത് എന്ന് പറഞ്ഞു. അള്ളാഹുവിലും മധ്യദിനത്തിലും നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉണ്ടെങ്കിൽ എന്നാണ് അതിന്റെ താല്പര്യം. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ മാത്രം വാ തുറന്നോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ വാ പൂട്ടി വെക്കലാണ് നല്ലത് എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ യുക്തിക്ക് എന്താണ്, അവിടെ വാ തുറക്കലാണ് നല്ലത്. അവിടെയാണ് ഒരു കേവല യുക്തിയും അള്ളാഹുവിന്റെ യുക്തിയെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത്. അള്ളാഹുവിന്റെ യുക്തി സമുദ്രത്തിന്റെ നേരെ പോവുക, മുന്നിൽ സമുദ്രമാണ്, ഞാൻ പോകില്ല. പടച്ചവനെ സമുദ്രമാണല്ലോ അവിടെ, നീ അറിയാതെ പറഞ്ഞതായിരിക്കും, അള്ളാഹുവിന്റെ അറിവിനെ ഞാൻ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ സാഹചര്യത്തെ കുറിച്ച് ചിലപ്പം അള്ളാഹു അറിയാതെ പറഞ്ഞതായിരിക്കാം, നഊദു ബില്ലാഹ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, സമുദ്രത്തിന് നേരെ പോകില്ല. അതെന്റെ യുക്തിയിലേക്ക് ഞാൻ തിരിച്ചു വന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ രൂപത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ അവസാനം പരാജയത്തിൽ കലാശിക്കുമ്പോൾ അവസാനം ഞാൻ പടച്ചവനോട് ചോദിക്കും, പടച്ചവനെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്നോട് എന്തിനാണ് നീ ഇത്രമാത്രം കടുത്ത നിലപാട് സ്വീകരിച്ചത്? ശരിയല്ലേ? നമ്മളത് ചിന്തിച്ചു നോക്കുക. അള്ളാഹ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹു അവിടെ വഴി തുറന്നു തരുമായിരുന്നു. അവിടെ ഒരു പരീക്ഷണം വെച്ചിട്ടുണ്ടല്ലോ. അള്ളാഹ് പറഞ്ഞതിനെ ഞാൻ ഉൾക്കൊള്ളുമോ, അള്ളാഹ് പറയുന്നതിൽ എനിക്ക് വിശ്വാസം ഉണ്ടാവും, അതാണ് അവിടുത്തെ പരീക്ഷണം. മൂസാ നബി അലൈഹി സ്വലാമിക്ക് ഈമാൻ ഉള്ളത് കൊണ്ട് മുന്നിൽ സമുദ്രമാണെങ്കിലും പോവുക തന്നെ, പടച്ചവനാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോകും. അങ്ങനെ പോയി. അപ്പൊ അവിടെ എത്തിയപ്പോ എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാമയുടെ കൂട്ടത്തിലുള്ള ബനൂ ഇസ്രായേൽപ്പെട്ട ആളുകളെല്ലാം മൂസാ നബി അലൈഹി സ്വലാമയെ നിശിതമായി വിമർശിച്ചു. താങ്കളോടൊപ്പം കൂടിയ ഞങ്ങളെ പറഞ്ഞാൽ മതി, താങ്കളോടൊപ്പം കൂടി ഞങ്ങളെ പറഞ്ഞാൽ മതി. ഈ സമുദ്രത്തിന്റെ മുന്നിലേക്കാണോ ഞങ്ങളെ കൊണ്ടുവന്നാക്കിയത്? ഇനി മുന്നിൽ എന്താണ്? സമുദ്രമല്ലേ? എടുത്തു ചാടി ചാകണമെന്നോ? അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ആത്മഹത്യയാണോ ഉദ്ദേശിക്കുന്നത്? താങ്കളുടെയും റബ്ബിന്റെയും ഓരോരോ തീരുമാനങ്ങളും മണ്ടത്തരങ്ങളാണ്. അടിമവർഗത്തെ പോലെയാണെങ്കിലും ഞങ്ങൾ ഈജിപ്തിൽ എങ്ങനെയും ഒന്ന് കഴിഞ്ഞുകൂടിയതാണ്. അവിടെ വന്ന് വിപ്ലവം ഉണ്ടാക്കി, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാക്കി. എല്ലാം കഴിഞ്ഞതാ കടലിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ തീരുമാനം? മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ നിങ്ങൾ അനുസരിക്കുക. ഇത്ര പറഞ്ഞിട്ട് അവരൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പിന്നെ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് ഗതികെട്ട് അവിടെ പരസ്പരം പഠിച്ചും പരാതികൾ പറഞ്ഞും അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിലേക്ക് നേർക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന സംഭവങ്ങൾ. ഒന്ന് ആലോചിച്ചു, ആ പ്രതിസന്ധി ഘട്ടത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട കുറെ ആളുകൾ നമ്മെ അങ്ങേയറ്റം പഠിക്കുകയാണ്, നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രൂപത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പൊ എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കണം? നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ നമ്മളെ പഴിക്കുന്നുണ്ട്, നമ്മളെ എതിർക്കുന്നുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതോടുകൂടി മടുത്തു എന്ന് പറയാറുണ്ട്. ഇതോടുകൂടി ഞാൻ ഈ പരിപാടി നിർത്തി എന്ന് പറയും. മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ പിന്നീട് പിൽക്കാലത്തുള്ള നമ്മൾ എങ്ങനെ ചരിത്രം വായിച്ചേനെന്നുള്ളതാണ്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം നിലകൊണ്ടു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ റബ്ബ് എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള വഴികളാണ്, ഹിദായത്തിന്റെ വഴികളാണ്. അത് കടലിന്റെ മുന്നിലാണെങ്കിലും കൊക്കയുടെ അടുത്തേക്കാണെങ്കിലും ഞാൻ പോവുക തന്നെ ചെയ്യും. ഇതെന്റെ നിലപാടാണ്. മൂസാ നബി അലൈഹി സ്വലാം തന്റെ നിലപാട് പ്രായോഗികമായ തലത്തിൽ നടപ്പിലാക്കിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, കയ്യിലുള്ള വടിയുണ്ടല്ലോ, ഇതുവരെ കാലികൾക്ക് ഇലപറിച്ചു കൊടുത്ത വടിയായിരിക്കാം, അല്ലെങ്കിൽ ഇട്ടാൽ പാമ്പാകുന്ന വടിയായിരിക്കാം, അതുകൊണ്ട് സമുദ്രത്തിലേക്ക് ഒന്നടിക്കുക. അപ്പോഴും കേവല യുക്തി പ്രവർത്തിച്ചില്ല. പടച്ചവനെ ഈ സമയത്താണോ, ഇപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ ചോദിച്ചേനെ, ഈ സമയത്താണോ പടച്ചവനെ വെള്ളത്തിൽ അടിച്ചു കളിക്കാൻ നീ എന്നോട് പറയുന്നതെന്ന് ചോദിക്കും.
ഞാനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. ഫിറഔൻ പിന്നിലേക്ക് വരുന്നതിന്റെ ശബ്ദ കോലാഹലങ്ങളൊക്കെ കേൾക്കാം. അപ്പം ഞാൻ ഈ വടി വിട്ടടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനാണോ നീ പറയുന്നത്? വല്ലാത്ത ഭയം എന്നെ പിടികൂടിയിരിക്കുകയാണ്, വല്ലാത്ത അസ്വസ്ഥതയാണ്, ജനങ്ങൾ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ സമയത്താണ് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വടി കൊണ്ട് വെള്ളത്തിലടിച്ച എന്ത് കിട്ടാനാണ്? എൻ്റെ കേവല യുക്തിക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ രൂപത്തിലൊക്കെയാണ് സംസാരിക്കുക, നിസ്സാരമായ രൂപത്തിലൊക്കെ പറഞ്ഞുകൊള്ളും. അപ്പം അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അള്ളയാണ് ഇത് പറയുന്നത് എന്നുള്ള ബോധം എനിക്ക് ഇല്ലാതായി പോവുകയാണ്. എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്നുള്ള ശരിയായ ബോധത്തിലേക്ക് എത്താതെ ഭൗതികമായിട്ടുള്ള ശക്തികളെയും താല്പര്യങ്ങളെയും വ്യക്തികളെയും ഒക്കെ എൻ്റെ ജീവിതത്തിന്റെ ഇടപെടലിലേക്ക് ഒരു ശിർക്കിയായ തലത്തിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ കുറേയധികം പ്രയാസം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതല്ലേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ ഭൗതികമായ സാഹചര്യത്തിന്റെ ശക്തമായ പിടുത്തമുള്ളത് കൊണ്ടല്ലേ എൻ്റെ കേവല യുക്തിയിലേക്ക് ഞാൻ പലപ്പോഴും മടങ്ങി വരുന്നത് അള്ളാഹുവിന്റെ യഥാർത്ഥ യുക്തിയിൽ നിന്നും. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം എന്നെ പോലെ അല്ല എന്നുള്ളതാണ്. അദ്ദേഹം എന്ത് ചെയ്തു? നേരെ ബഹറിലേക്ക് സഞ്ചരിച്ചു. ആളുകൾ കുറ്റപ്പെടുത്തി, അതൊന്നും പരിഗണിച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാം ശക്തമായ രൂപത്തിൽ നിലകൊണ്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കൊക്കെ ചരിത്രം അറിയാമല്ലോ. മൂസാ നബി അലൈഹി സ്വലാം വടി കൊണ്ടടിക്കാൻ പറഞ്ഞാൽ വടി കൊണ്ടടിച്ചു. അള്ളാഹ് എന്ത് പറയുന്നു അതേപടി അനുസരിക്കലാണ്. അതിന്റെ പിന്നിലുള്ള കേവല യുക്തിയിലേക്കൊന്നും പോകുന്നില്ല, സ്വന്തമായിട്ടുള്ള ചിന്തകളിലേക്കോ താല്പര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. അള്ളാഹ് പറഞ്ഞു അനുസരിച്ച് അത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? സംഘവും അതിലൂടെ സഞ്ചരിക്കുന്നു. അതിനുശേഷം പിന്നാലെ വന്ന ഫിറഔന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസ് അതിന്റെ 90-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു. أعوذ بالله من الشيطان الرجيم وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. അങ്ങനെ എന്ത് ചെയ്യുന്നു? മൂസാ നബി അലൈഹി സ്വലാമയും സംഘവും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രം, അള്ളാഹുവിന്റെ യഥാർത്ഥ യുക്തിയെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജയത്തിന്റെ രക്ഷയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ യുക്തിക്ക് പ്രാധാന്യം കൊടുത്താൽ എൻ്റെ വഴികളിലൊക്കെ ഇതുപോലെയുള്ള രക്ഷയുടെയും വിജയത്തിന്റെയും സമാധാനത്തിന്റെയും കവാടം അള്ളാഹു തുറന്നു തരും എന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ എനിക്ക് ഭയമാണ്. എൻ്റെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ എനിക്ക് പേടിയാണ്. നാട്ടുകാരെ പേടിയാണ്, വീട്ടുകാരെ പേടിയാണ്, കുടുംബത്തെ പേടിയാണ്, മക്കളെ പേടിയാണ്. എല്ലാവരെയും പേടിച്ചങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരങ്ങനെ പറയുന്നു, അതിനനുസൃതമായി ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നു. ഇവരിങ്ങനെ പറയുന്നു, അതുകൊണ്ട് അതിനനുസൃതമായി ചിന്തിച്ചു തുടങ്ങി. അള്ളാഹ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പരിഗണിക്കുന്നതുമില്ല. പ്രിയമുള്ളവരെ, ബനൂ ഇസ്രായേലിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കുടുംബക്കാരുണ്ട്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ യുക്തിയിൽ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് താൻ. എന്റെ ചുറ്റിൽ നിന്നുകൊണ്ട് ആളുകൾ സംസാരിക്കുന്നത് പോലെ എല്ലാവരും ഭൗതികമായ പിടുത്തത്തിലാണ്. അവർക്ക് ആ നിലയ്ക്കനുസരിച്ച് മാത്രമേ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. ഭൗതികമായ പിടുത്തത്തിൽ നിന്നും കുതറി മാറി അള്ളാഹു ആകുന്ന ഏകനായ ആ ഒരു ശക്തിയിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇഖ്തിലാഫുകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യം അവിടെ ഇല്ല. അള്ളാഹ് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അള്ളാഹ് പറഞ്ഞു കാണുന്ന പിന്നെ കുഴപ്പമില്ല, ഇതായിരിക്കണം നിലപാടെന്നുള്ളത്. ഞാൻ ഒരു കാര്യം ചെയ്തു, എൻ്റെ ഭാര്യ വന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ കാണിക്കുന്നത്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് പറഞ്ഞു കാണുന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ലെ മക്കൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹ് പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. ഈ രൂപത്തിലാണ് നിലപാടെങ്കിൽ അവിടെ മുഴുവൻ സമാധാനവും വിജയവും അള്ളാഹുവിന്റെ സഹായവും ഒക്കെയാണ് കാണാൻ കഴിയുക. ഇത് എത്രയോ തരം അഭിപ്രായങ്ങൾക്കിടയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ അഭിപ്രായം എന്താണ് എന്ന് മാത്രം നോക്കാൻ ആളുകൾക്ക് സമയമില്ല എന്നുള്ളത്, അതറിയത്തുമില്ല എന്നോ. ഖുർആനെ കുറിച്ച് എന്താ അറിയാമെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും അറിയില്ല. നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കൊരുപാട് സംസാരിക്കാനുണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നാണ് പറയുക. അപ്പൊ ഖുർആനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാമെന്നുള്ളതാണ് നിലപാട്.
അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയെ ഇഞ്ചോടിഞ്ച് ചാണോട് ചാണ് പിൻപറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വിജയത്തിന്റെ വഴി തുറന്നു കിട്ടി. ഇതുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല വഴി തുറന്നു തരുന്നത്. ഫഅത്ബഅഹും ഫിർഔൻ, പരീക്ഷണവും എൻ്റെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പിന്നാലെ പരീക്ഷണങ്ങൾ. അത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ വെച്ചിട്ടുള്ളൊരു നിയമമാണ്. ഞാൻ അതിനെ ഭയപ്പെടുമോ, എനിക്ക് വഴി തുറന്നു തന്ന അള്ളാഹുവിനെ ഭയപ്പെടുമോ എന്നുള്ളതാണ് പരീക്ഷണത്തിന്റെ പിന്നിലുള്ള യുക്തി. ഫിർഔന് പിന്നാലെ വരുന്നുണ്ട് പടച്ചവനെ. അവന്റെ സംഘവും ഉണ്ട്. ഇപ്പൊ പിടിക്കുമല്ലോ എന്നുള്ള നിലയ്ക്കാണ്. അവരേത് നിലയ്ക്കാണ് വരുന്നതെന്നറിയോ? വലിയൊരു അത്ഭുതം കാണിച്ച ഫിർഔനെ അഭിനന്ദിക്കാനോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നേ വരെ ഇത്രയും വലിയൊരു മാജിക് കണ്ടിട്ടില്ല, നാട്ടിൽ മുഴുവൻ മജീഷ്യന്മാരാണ്, ഇത് വലിയ സംഭവമായിപ്പോ എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കാൻ വേണ്ടി വരുന്നില്ല. ഖുർആൻ പ്രത്യേകം പറയുന്നു ബഗ്യൻ വഅദ്വ. അവർക്ക് അങ്ങേയറ്റം അതിക്രമപരമായ ഒരു മാനസികാവസ്ഥയോടുകൂടിയും ധിക്കാരത്തോടും കൂടിയാണ് മൂസാ നബി അലൈഹി സ്വലാമിക്കും സംഘത്തിനും വേണ്ടി വഴി തുറന്ന കടലിലൂടെ അവർ സഞ്ചരിക്കുന്നത്. അപ്പോഴും മനസ്സിന് മാറ്റമൊന്നും ഇല്ല എന്ന ഖുർആൻ വ്യക്തമാക്കുന്നു. അവരുടെ മാനസികാവസ്ഥ എന്താണ്? ബഗ്യൻ വഅദ്വ. അങ്ങേറ്റത്തെ ധിക്കാര മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ബനൂ ഇസ്രായേൽപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം അടക്കമുള്ള ആളുകളോടുള്ള അങ്ങേറ്റത്തെ ശത്രുതയുണ്ട്. ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരും. എൻ്റെ പിന്നിൽ പ്രതിസന്ധികളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ എന്നെ ഇല്ലാതാക്കാൻ വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുക. അപ്പോൾ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കും? ഇതാ പടച്ചവൻ എന്നോട് ചോദിക്കുന്നു ഈ ആയത്തിലൂടെ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ കുറെ ചരിത്രം പറയാനോ മൂസാ നബി അലൈഹി സ്വലാമെ കുറച്ച് പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫിറഔനെ നിശ്ചിതമായ രൂപത്തിൽ വിമർശിക്കാൻ വേണ്ടിയിട്ടോ അല്ല. ഇതെനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കി തന്ന ആയത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഞാൻ എന്നെ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടി വരും. അതിലൂടെ മാത്രമേ ഈ ഖുർആൻ ആയത്ത് എനിക്ക് പ്രയോജനപ്പെടുന്നുള്ളൂ. അപ്പൊ എന്റെ ചുറ്റുമുള്ള പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എന്നെ ഇല്ലാതാക്കാൻ വരുന്നു എന്ന രൂപത്തിലാണ് എനിക്ക് തോന്നലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫിറഔനും സംഘവും വന്നതുപോലെ അവസാനം അവസാനം എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാമയും സംഘവും ഒരുവിധം കരപറ്റിയ സമയത്ത് തന്നെ കടല് ഒന്നായി മാറിയ സമയത്ത്, കാരണം പരിപൂർണമായും അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒന്നു മുതൽ അവസാനം വരെയും മൂസാ നബി അലൈഹി സ്വലാം അനുസരിച്ചപ്പോ മുന്നിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പരീക്ഷണങ്ങൾ അത് അതിന്റെ സ്വഭാവം കാണിച്ചു. അതൊന്നുമല്ല എന്ന് തോന്നിപ്പിക്കും വിധം. അതൊരു അസുഖമായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ മാനസിക പ്രയാസങ്ങൾ. ഇതൊക്കെ ഒന്നുമല്ലാതായി മാറും അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടൽ നടക്കുമ്പോൾ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ എന്ന് മനസ്സ് നിറയെ പറയാൻ കഴിയുന്ന ഒരു സന്ദർഭം എത്തുമ്പോൾ നമ്മുടെ ചുറ്റും നമുക്ക് എവിടെ പോയി നമ്മൾ അത്ഭുതത്തോട് ചിന്തിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അത്ഭുതകരമാണ് പിന്നീട് സംഭവിച്ചത്. അങ്ങനെ കഴുത്തറ്റം വെള്ളത്തിലെത്തി ആ വെള്ളത്തെ അതിജീവിക്കാനുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തി. രക്ഷയില്ല. ഇതാ അദ്റഖഹുൽ ഗറഖ്, ഇനി മുങ്ങി മരിക്കാൻ പോവുകയാണ് എന്ന് പരീക്ഷണത്തിന് ബോധ്യമായപ്പോൾ, അല്ലെങ്കിൽ ഫിറഔന് ബോധ്യപ്പെട്ടപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, അതാണ് അത്ഭുതം, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി. ചിന്തിച്ചു നോക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇത്രയും വലിയ ഉച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ഇവരില്ലാതാക്കാൻ ശ്രമിച്ച ആ ഒരു മനുഷ്യൻ ഇവിടെ വന്നപ്പോൾ പറയുകയാണ്, ഞാൻ ഈമാൻ ഉൾക്കൊള്ളാൻ പോവാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ? ലാ ഇലാഹ ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. ഞാൻ ഒരു മുസ്ലിമാണെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ എല്ലാം ഞാനിവിടെ അഴിച്ചു വെച്ചിട്ട് എല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ പോവാണ്. ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം ഏതൊരു അള്ളാഹുവിലാണോ വിശ്വസിച്ചിട്ടുള്ളത് അതേ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന് ഫിറഔൻ അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ചുറ്റും ഉണ്ടാക്കും. പക്ഷെ അള്ളാഹുവിന്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ചുറ്റിലും ഉണ്ടായിരുന്ന ബഹളങ്ങളൊക്കെ അവസാനിക്കും. എല്ലാം കെട്ടടങ്ങി അവസാനം നമ്മൾ തന്നെയായിരുന്നു ശരി എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തും.
നമ്മൾ ആ നിലപാട് സ്വീകരിച്ചപ്പോ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. പലിശയുമായി ബന്ധപ്പെട്ട ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അവസാനം പലിശയിൽ നിന്നും ഒഴിവാകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? പലിശയുമായി ബന്ധപ്പെട്ടിരുന്ന ലോൺ ഉണ്ടായിരുന്ന വീട് വിറ്റ സമയത്ത് ബന്ധുക്കളെല്ലാം വലിയ ബഹളം ഉണ്ടാക്കി. അത് പരീക്ഷണമാണ്. വലിയ ഒച്ചപ്പാടും ബഹളവും പിന്നാലെ നടന്നു. അവസാനം ഇദ്ദേഹം എന്ത് ചെയ്തു? ആ രംഗത്ത് വളരെ സജീവമായി നിലകൊണ്ടപ്പോൾ അള്ളാഹുവിന്റെ വലിയ സഹായം ഉണ്ടാവുകയും ഇദ്ദേഹത്തിന് നല്ല സ്ഥലവും വീടും ഒക്കെ ഉണ്ടാകുകയും ചെയ്തപ്പോൾ ആളുകൾ പറഞ്ഞു, ഓ, നിങ്ങൾ ചെയ്തതാണ് ശരി കേട്ടോ, ഇത് ജീവിതമാണ്. അതിന്റെ മറ്റൊരു തലം അള്ളാഹു സുബ്ഹാനഹു വതആല ആ ചരിത്രത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഈ നിലയ്ക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ചുറ്റോട് ചുറ്റുമുള്ള അതല്ലാത്തതെല്ലാം, വലാലത്തിന്റെ എല്ലാ സംസാരങ്ങളെയും എല്ലാ കാഴ്ചപ്പാടുകളെയും എല്ലാ ചിന്തകളെയും നമ്മൾ ഒഴിവാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇത് തന്നെയാണ് അവിടെയും സംഭവിക്കുക. ഫിറഔൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായല്ലോ, അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ എതിർത്ത മുഴുവൻ ആളുകളും അവസാന ഘട്ടത്തിൽ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു വരും. നിങ്ങളെ അവരെന്ത് ചെയ്യും? സത്യപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ സംഭവിച്ചു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ചില യാഥാർത്ഥ്യങ്ങൾ കൂടി വ്യക്തമാക്കുകയാണ്. തിരിച്ച് നമുക്ക് സൂറത്ത് ദുഹാനിലേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, കം തറഖൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദിരീൻ. പിന്നീട് നമുക്ക് ഈജിപ്തിലേക്കൊന്ന് പോയി നോക്കിയാലോ? എല്ലാം കെട്ടടങ്ങിയല്ലോ. കം തറഖൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്ര തോട്ടങ്ങളും അരുവികളുമാണ് ഇവർ ഉപേക്ഷിച്ചിട്ട് പോയത്. ഇതിന് നാഥന്മാരില്ലാതായി പോയല്ലോ. എന്തൊക്കെയായിരുന്നു ഒച്ചപ്പാടും ബഹളവും, എല്ലാം കെട്ടടങ്ങി. എത്ര അരുവികൾ, എത്ര തോട്ടങ്ങൾ. കണ്ണിന് ആനന്ദം പകരുന്ന ഈ കാഴ്ചകളൊക്കെ അവിടെ അങ്ങനെ തന്നെ നിലകൊള്ളുകയാണ്. വലിയ സൗധങ്ങൾ, വലിയ കൊട്ടാരങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കൃഷിപ്പാടങ്ങൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ പോയി. അവർ അനുഭവിച്ചിരുന്ന, ആഹ്ലാദപൂർവം അനുഭവിച്ചിരുന്ന ധാരാളം സൗഭാഗ്യങ്ങൾ ഇതാ കിടക്കുന്നു. ഇതിനൊന്നും നാഥനില്ലാതായി പോയല്ലോ. അതെല്ലാം മറ്റൊരു ജനതയ്ക്ക് അവകാശപ്പെടുത്തി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി. അതിനുശേഷം അല്ലാഹു പറയുന്ന ഇതാണ്, ഫമാ ബഖത അലൈഹിമുസ് സമാഉ വൽ അർദ്. അവർക്ക് വേണ്ടി ഒരാകാശവും ഒരു ഭൂമിയും കരഞ്ഞില്ല. വമാ കാനൂ മുൻദിരീൻ. അവർക്ക് ഒരു നിലയ്ക്കും അവരുടെ സമയം വിട്ടുകഴിഞ്ഞപ്പോൾ ഇട കൊടുക്കുകയും ഉണ്ടായിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ വിഷയത്തെക്കുറിച്ച് നാം ആലോചിച്ചു നോക്കുക. ഭൂമിയിൽ നമ്മൾ ഇങ്ങനെ വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ധാരാളം കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിലകൊള്ളുകയാണോ ചെയ്യുന്നത്? അവിടെ മൂസാ നബി അലൈഹി സ്വലാം നമുക്ക് മാതൃകയാണ്. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ആ കൽപ്പനകളെ പരമാവധി ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള അങ്ങേറ്റം ശ്രമങ്ങളാണ്. എല്ലാം സ്തുത്യർഹമായ നിലപാടുകളായി മലായിക്കത്തുകളുടെ ലോകത്ത് നിന്നുകൊണ്ട് അവരെന്താണ്? മൂസാ നബി അലൈഹി സ്വലാമിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതേ അവസ്ഥ തന്നെയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി സ്വന്തം ജീവിതത്തെ മാറ്റിവെച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ. നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം നമ്മളെക്കുറിച്ചുള്ള സ്തുതികളായിരിക്കും മലായിക്കത്തുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടുള്ള മഗ്ഫിറത്തിന്റെ ദുആകളായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് അതിനൊന്നും സമയമില്ല, നന്മകളൊന്നും ചെയ്യാനുള്ള സമയമില്ല. വലിയ ഓട്ടപ്പാച്ചിലാണ്. അടുത്ത കാലത്ത് ഒരു സ്ഥലക്കച്ചവടം നടക്കുന്ന ഒരു മേഖലകൾ ഏതാണ്ട് വളരെ കുറഞ്ഞ ഒരു തുകയിൽ, അതായത് ഒരു 12 കോടിക്കാണ് ഒരു സ്ഥലം വിറ്റുപോയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തിന്റെ വില ചെന്നന്വേഷിച്ചപ്പോൾ 20 കോടിയാണെന്ന് പറഞ്ഞു. 20 കോടി കിട്ടാമായിരുന്ന ആ ഒരു സ്ഥലം വെറും തുച്ഛമായ വിലയ്ക്ക് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചപ്പോ സാഹചര്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ പറഞ്ഞു, ഇത് ഒരു വ്യക്തി, നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്തൊരു സ്ഥലമാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അവകാശികളായ മക്കളിലേക്ക് സ്ഥലം ചെന്നുപെട്ടു.
മകള് പുറത്താണുള്ളത്, ഭർത്താവിന് പെട്ടെന്നൊരു ആവശ്യം വന്നു. ഭർത്താവ് പെട്ടെന്ന് പറഞ്ഞു, ഒരു സ്ഥലം നാട്ടിലുണ്ടോ, വിറ്റ് തൊലയ്ക്കുക, അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. യാതൊന്നും അന്വേഷിച്ചില്ല, വിറ്റ് തൊലച്ചു. ആലോചിച്ചു നോക്കുക, അദ്ദേഹം ഖബറിലാണുള്ളത്. അദ്ദേഹം ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു സ്ഥലം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇത്ര വിലയില്ലാത്ത ഒന്നായിട്ടത് മാറുമായിരുന്നു, വിലയില്ലാത്ത ഒരു വിൽപ്പന ചരക്കായിട്ടത് മാറുമായിരുന്നു എന്നുള്ളത്. അവിടെ ഒരു പള്ളി നിലനിൽക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും നല്ലൊരു സ്ഥാപനം നിലനിന്നിരുന്നുവെങ്കിൽ, അദ്ദേഹം ഖബറിലാണ്, എല്ലാ പ്രതിഫലവും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞു, നമ്മുടെ നാട്ടിലുള്ള പല സ്ഥാപനങ്ങളും ഇന്ന് തല ഉയർത്തി നിൽക്കുന്നത് ഇങ്ങനെയുള്ള നല്ല വിശാലമായ കാഴ്ചപ്പാട്, നല്ല ബുദ്ധിയുമുള്ള ചില മനുഷ്യരുടെ താല്പര്യങ്ങളുടെയും ആഗ്രഹത്തിന്റെയും ശ്രമഫലമായിട്ടാണ്. അവർ സ്ഥലം വിട്ടു നൽകി. സ്ഥലം വിട്ടു നൽകിയത് കൊണ്ട് എന്ത് ചെയ്തു? അവരുടെ സ്ഥലത്ത്, അവർ വിട്ടു നൽകിയ സ്ഥലത്താണ് പല സ്ഥാപനങ്ങളും ഇന്ന് തലയുയർത്തി നിൽക്കുന്നതും വലിയ ദീനിയായ പ്രവർത്തനങ്ങൾ അവരെ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നതും. അതിന്റെ സവാബ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളി അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ പേരിലാണോ ഇത് നിയ്യത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് ഇതിന്റെ എല്ലാ നന്മകളും കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളി അടക്കം, ഈ സ്ഥലം നിൽക്കുന്നതും അങ്ങനെ വലിയൊരു നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗ്യവാന്മാരായ മക്കൾക്ക് ജന്മം നൽകിയ മഹത്തുക്കൾ എന്ന് വേണമെങ്കിൽ അവരെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പറഞ്ഞു വന്ന വിഷയം, ഈ രൂപത്തിൽ മരണപ്പെട്ടു പോയാലും അവരെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഫൗസിയയുടെ വാർഷികമായിരുന്നു, സനദ്ദാന സമ്മേളനമായിരുന്നു. ധാരാളം മഹത്തുക്കളെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി ഒരുപാട് ദുആകളും നടന്നു. അതൊക്കെ ഭാഗ്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക. പക്ഷെ പലരും ഇവിടെ ഇങ്ങനെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു മരണ വാർത്ത കേട്ടു. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്ത് ചെയ്യാൻ, എന്ത് ദുആ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി നമ്മുടെ നാട് എന്ന് പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എല്ലാം അവര് അവശേഷിപ്പിച്ചിട്ട് പോവുകയാണ്. ഇതെല്ലാം വെറുതെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കൈമാറി പോവുകയാണ്. അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയോ കരയുന്നില്ല. അഹങ്കാരികളായിരുന്നു, അഹംഭാവികളായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ വലിയ അഹംഭാവത്തോടുകൂടി പ്രതികരിക്കുന്നു. ദീനീയായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അഹങ്കാരത്തോടുകൂടി പ്രതികരിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു ആകാശവും ഭൂമിയും കരയുന്നില്ല. നാളെ ഫിറഔന് സമാനമായിട്ടായിരിക്കും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ള രൂപത്തിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാനതിൽ പെട്ടുപോകരുത് എന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹം, ഒരു ദുആ, ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകൽ അത്യാവശ്യമാണ്. അത്തരം എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് നല്ല സ്വാലിഹായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബോധന ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്ത, നിങ്ങളുടെ ധനത്തെക്കുറിച്ചുള്ള ചിന്ത, അത് അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഒരു നിലയ്ക്കും നിങ്ങളെ തടയാൻ പാടില്ല. ഫിറഔന് സംഭവിച്ചതുപോലുള്ള അപകടങ്ങളൊന്നും സംഭവിക്കരുത്. അധികാരത്തെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ചു, അള്ളാഹുവിനെ പറ്റി ഓർമ്മിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് അതിനുള്ള അവസരം ഒരുക്കിയില്ല എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുകൾ മാറാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ നഷ്ടവാളികളായി പോകും എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം പറയുന്നു, നിങ്ങളിലേക്ക് മരണം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുക. മരണം എത്തുന്ന സമയത്ത് പടച്ചവനെ, നിന്റെ ഈ കൽപ്പന നിർവഹിക്കാൻ ഒരല്പസമയം കൂടി തരുമോ എന്ന് പടച്ചവനോട് കേഴുന്ന ഒരവസ്ഥ മനുഷ്യന്റെ മരണസമയത്തുണ്ടാവും. ഫിറഔനും തോന്നിയത് തന്നെയല്ലേ. അവസാനം ചിന്തിച്ചു, മുസ്ലിം ആകാം. മുസ, നിന്റെ ഇലാഹ് ആരാണ്? അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കും. ഞാൻ മുസ്ലിം ആയിക്കോളാം, എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഫിറഔൻ അടക്കം പറഞ്ഞതാണ്.
അത്രയും അധികാരമുള്ള സ്വേച്ഛാധിപതിയായ ഫിറഔന് പറയാമെങ്കിൽ സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന് വരികൾക്കിടയിലുള്ള ഖുർആൻ എന്നോട് ചോദിക്കുകയാണ്. എല്ലാ ആളുകളും പറയുന്നതാണ്. ആര്? മോശമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും. അപ്പോ അവൻ പറയുന്നത് എന്താണ്? ആ ഒരു അവധി എനിക്ക് കിട്ടിയാൽ ഒരു കുറച്ചു സമയം മതി, ഞാൻ എൻ്റെ എല്ലാം സദഖ ചെയ്തിട്ട് വരാം, അതിനുള്ളൊരു സമയം തന്നാൽ മതി. നാട്ടിൽ ഒരുപാട് പാവങ്ങളായ ആളുകളുണ്ട്, ദീനിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എൻ്റെ ഒരുപാട് സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്, ഇവിടെയുണ്ട് അവിടെയുണ്ട്, എല്ലാ സ്ഥലത്തും സ്ഥലങ്ങളുണ്ട്, കുറേ സമ്പത്തും ഉണ്ട്. ഇതെല്ലാം എൻ്റെ മക്കളിലേക്ക് പോകാൻ പോവുക, അതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. ചിലപ്പോൾ അവർ അതിൻ്റെ പേരിൽ പരസ്പരം തല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് ബോധം വരിക. ആ സമയത്ത് ബോധം വരികയാണ്. നല്ല ബോധം, നല്ല കാഴ്ചപ്പാട്, നല്ല ചിന്ത, ദീനിന് വേണ്ടി മനസ്സുകളെല്ലാം തുറക്കപ്പെടുകയാണ്. എപ്പോഴാണ്? അവസാന നിമിഷമാണ്. ഞാൻ എല്ലാം സദഖ ചെയ്തിട്ട് വരാൻ പഠിച്ചു. അതുകൊണ്ട് എനിക്ക് ഒരല്പം ഇട തരുമോ? ഒന്നുകൂടി പറയാം, വഅകുമിന സ്വാലിഹീൻ. ഞാൻ ഒരു നല്ലൊരു സ്വാലിഹായി മാറാൻ പോവാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു സ്വാലിഹായി മാറാൻ. ഇതുവരെയും എൻ്റെ ജീവിതത്തിനുള്ള അവസരം കിട്ടിയില്ല. അതുകൊണ്ട് ഒരു അല്പസമയം എനിക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് ഓരോ മനുഷ്യന്മാരും സ്വാലിഹായി ആകാൻ വേണ്ടിയിട്ടും അള്ളാഹുവിന് വേണ്ടി എല്ലാം സദഖ ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തന്നെ നമ്മളോട് പറഞ്ഞു, അവധി എത്തിക്കഴിഞ്ഞാൽ ആരും പിന്നെ സ്വാലിഹാകാൻ ശ്രമിക്കരുത്, സദഖ ചെയ്യാനൊന്നും ശ്രമിക്കരുത്. അവധി എത്തുന്നതിന് മുമ്പുള്ള ഈ സമയമുണ്ടല്ലോ, ഇപ്പം നമ്മളുടെ സമയം അതാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ സമയം, ഏറ്റവും വിലയുള്ള വാല്യുബിളായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക. സ്വാലിഹാകാൻ ഞാൻ തയ്യാറാണ്, സന്തോഷകരം. സദഖ ചെയ്യാൻ തയ്യാറാണ്, സന്തോഷകരം. എല്ലാം കൊണ്ട് സന്തോഷകരം. അവസാന നിമിഷത്തിൽ ചോദിച്ചാൽ അതൊരു തെറ്റായ ഒരു കാഴ്ചപ്പാട്, തെറ്റായ ഒരു ആവശ്യമാണ്. ഒരിക്കലും അത് പരിഗണിക്കപ്പെടില്ല. ഒരു പരാജിതൻ്റെ ഒരു കേവലമായ ഒരു ആർത്തനാദമായിട്ട് അത് ഭൂമിയിൽ അവശേഷിക്കും. അതോടുകൂടി എല്ലാം കഴിയും. അവനെക്കുറിച്ചൊന്നും സംസാരിക്കാനോ നല്ല മേഖലയിൽ അവനെക്കുറിച്ചൊന്നും സ്മരിക്കാനോ ഒരു മനുഷ്യൻ ലോകത്തുണ്ടാകില്ല. ആകാശവും കഴിയില്ല, ഭൂമിയും കഴിയില്ല. അത് പോയതാണ്. ആ ലെവലിൽ അവനെന്താണ്? ഒരു നഷ്ടവാളിയായിട്ട് അവൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, വലിയ ചിന്തകളാണ് ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ചിന്തിക്കാൻ തയ്യാറുള്ള മുഴുവൻ ആളുകൾക്കും ഖുർആന്റെ ആയത്തുകൾ മാർഗദർശനമാണ്. അങ്ങനെ ചിന്തിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതം അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെയും രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന് അള്ളാഹു സമാധാനവും സമാശ്വാസവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിനെയും തിരിച്ചറിവിനെയും വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.